നമ്മൾ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരോ രാജാക്കന്മാരുടെ മക്കളോ അറിയുകയാണെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ട അസൂയ കൊണ്ടിട്ട് അവര് വാളെടുത്ത് നമ്മളെ കൊല്ലാൻ വരും. നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം രാജാക്കന്മാരറിഞ്ഞാൽ. അപ്പോ ഈ വയറ് പട്ടിണി കിടന്ന് നടക്കണ ഈ മശായിഖന്മാരുടെ ജീവിതത്തിൽ എന്താണ് ശൈഖ് അവറുകളെ നിങ്ങൾ ഈ പറയുന്ന സുഖം? പകല് നോമ്പ്, രാത്രി ഖിയാമുൽ ലൈൽ, ഉറക്കെന്ന് പറഞ്ഞ സാധനം വളരെ കുറവ്, യാത്രയും പട്ടിണിയും. എന്ത് സുഖങ്ങൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പുഴയിൽ നിന്നിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്നറിയോ? മഅരിഫത്തുല്ലാഹ്. ഈ ലോകം പടച്ച അല്ലാഹുല്ലേ, പടച്ച തമ്പുരാനെ നമ്മളൊക്കെ അറിഞ്ഞില്ലേ? അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? അവനെ പ്രശംസിക്കാനും ബിമഹാമിദ് ലാ യഅരിഫുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാൻ, തസ്ബീഹ് ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ തദർറുഅോടെ വിനയത്തോടെ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയാൻ. നമ്മൾ അടിമയാണ്, ഉടമസ്ഥൻ അവനാണ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഞാൻ അടിമയാണ്. ഇതറിയുമ്പോ ഒരു സുഖല്ലേ? ഈ മഅരിഫത്തുല്ലാഹ്, നമ്മൾ അറിയുന്ന ഈ സുഖം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല.